സേഫു റേഞ്ചിന് ചില പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഓഡിയോ കട്ടായി പോകുന്നു. എനിക്ക് ഇപ്പോൾ കേൾക്കാനാവുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്നതിന് തൊട്ട് താഴ്ഭാഗത്താണ്. ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒരാളെ അവിടുന്ന് കണ്ടെത്തി എന്നുള്ള വിവരമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് ഒരു ആംബുലൻസ് അടുപ്പിച്ചിരിക്കുന്നത്. ഏതാനും ആംബുലൻസുകൾ ഈ റോഡിനോട് ചേർന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ അടുത്തേക്ക് അത് മാറ്റിയിട്ടാനുള്ള ഒരു സാഹചര്യം. അങ്ങനെ അതിനകത്ത് ഒരാളെ കണ്ടെത്തി എന്നുള്ള വിവരമാണ് അവിടെ തിരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. അവിടെ അതിനകത്ത്, അതായത് മണ്ണിന്റെ ആ ഉൾഭാഗത്തായിക്കൊണ്ടാണ് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരം ലഭ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടിയിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ അവിടുന്ന് ആളെ കണ്ടെത്തി അവിടുന്ന് പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പുറത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുക, ഒപ്പം തന്നെ ഈ ആംബുലൻസിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടുന്ന് വളരെ വേഗത്തിൽ കൊണ്ടുപോകുക, ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. അതെ, വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇപ്പം രണ്ടുപേരുടെ ജീവനാണ് ഇപ്പം കൺഫേം ചെയ്തിട്ടുള്ളത്. അനൗദ്യോഗികമായി കുറച്ച് പേരൂടെ ഉണ്ടെന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്തുകൂടെ റോഡിലാണ് മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് സൈഡിലും അടിയന്തരമായി തന്നെ വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് സൈഡിലും മണ്ണ് മാറ്റണം. അപ്പം അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ പ്രവർത്തനം നടത്തി വരികയാണ്. ആരുടെയും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി രക്ഷിക്കുക എന്നുള്ള ശ്രമം തന്നെ നടക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. വലിയ പ്രയാസമാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരാളെ കൂടെ അവിടെ കണ്ടെത്തി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതെ, ഇപ്പോൾ ഒരാളെ കൂടെ കണ്ടെത്തി എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതാണ് ഉള്ളത്. സൈഫു, ഒരാളെ കൂടെ ആ മണ്ണിന്റെ ഭാഗത്ത് കണ്ടെത്തി എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ആ ആളെ അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അവിടുന്ന് എടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അതിനുശേഷം ഈ ആംബുലൻസിലേക്ക് മാറ്റും, വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും. എന്തായാലും ഒരു ശുഭകരമായ ഒരു കാര്യം, ഇത്രയേറെ സമയം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് ആളുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു വിവരത്തിന്റെ, ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നീണ്ടു നിൽക്കുന്ന പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരം ലഭ്യമാവുന്നത്. എന്തായാലും ഇപ്പോഴും നല്ല രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് തുടരുന്നത്. അതിന്റെ മുകൾ ഭാഗത്തായിക്കൊണ്ട് ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടെ പരിശോധന നടത്തുന്നു. കൂടാതെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിനോദസഞ്ചാരിയും ഇതിനകത്ത് അകപ്പെട്ടിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ സമയത്ത് ഇവിടെയുള്ള നിർമ്മാണ തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ നൽകുന്ന വിവരം. ഇവിടേക്ക് KSRTC ബസിന്റെ സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ബസ്സിലേക്ക് കയറാൻ വേണ്ടിക്കൊണ്ട് ഏതാനും ചില യാത്രക്കാർ എത്തിയിരുന്നു. ആ യാത്രക്കാർ എത്തുന്ന സമയത്ത് ഈ ശബ്ദം കേൾക്കുകയും അവിടെ നിന്ന് ഉദ്യോഗസ്ഥരും അതുപോലെ ഈ യാത്രക്കാരുമൊക്കെ അവിടെ നിന്ന് ഓടി മാറുകയും ചെയ്തു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് ഒരു ടാങ്കർ ലോറിയും അതുപോലെ തന്നെ ഒരു ബസ്സുമാണ്. അത് വിനോദസഞ്ചാരികളുടെ ബസ്സല്ല, അത് ഈ തൊഴിലാളികളെ കൊണ്ടുവരുന്ന ബസ്സാണ് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആ സമയത്ത് ആ ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ മാത്രമേ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്നത്. അത്തരമൊരു സ്ഥിരീകരണമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ലഭ്യമാവുന്നത്. ഏതായാലും